ഇതാണ് സിമ്പിളായിട്ടൊരു ബില്ലിംഗ് സിസ്റ്റമാണ്. നിങ്ങളെ ഫോൺ വഴി തന്നെ ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പോൾ ഫോൺ നമുക്ക് ഇത് വയർലെസ് പ്രിൻ്ററാണ്, അത് 2-in-1 പ്രിൻ്ററാണ്. ഇപ്പോൾ ഇതിൽ നമുക്ക് ബാർകോഡും ഒക്കെ ചെയ്യാം, ഇതിൽ തന്നെ നമുക്ക് ബില്ലിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കോസ്റ്റ് കുറച്ച് ചെയ്യാം. ഇപ്പോൾ ഒരു വലിയ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൊക്കെ ചെയ്യുന്ന കണക്ക് തന്നെ നമുക്കെല്ലാം നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം വരുന്നത് വയേർഡ് സ്കാനറാണ്. വയേർഡും ഉണ്ട്, വയർലെസ്സും വരും. അപ്പോൾ ഇത് നമ്മൾ വയേർഡ് സ്കാനർ വെച്ചിട്ടുള്ള ഒരു പാക്കേജാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിന് എക്സ്ട്രാ വരുന്നതെന്ന് വെച്ചാൽ കീബോർഡൊക്കെ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഇത് വയർലെസ് കീബോർഡാണ്. അതാണെങ്കിൽ ക്യാഷ് ഡോർ, ഓട്ടോമാറ്റിക് ക്യാഷ് ഡോറാണ്. അതും നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് വലിയൊരു സിസ്റ്റത്തിൽ ചെയ്യുന്ന കണക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഫോൺ വഴി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വന്നിട്ട് മൊബൈലിൽ ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. നമുക്കിപ്പോൾ മൊബൈൽ വ്യാപാര ആപ്ലിക്കേഷൻ ഇട്ടിരിക്കുക. ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ആപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്കൊരു വലിയ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ചെയ്യുന്ന കണക്ക് എല്ലാ ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇത് വളരെ സിമ്പിൾ, ആർക്കും ഇത് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്, ആർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ ബില്ല് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ആഡ് ന്യൂ സെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളത് പ്രസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം ക്രെഡിറ്റ് ക്യാഷ്. നമുക്ക് ക്രെഡിറ്റിലാണെങ്കിൽ ക്രെഡിറ്റിന് ഓൺ ആക്കുക, അല്ലെങ്കിൽ ക്യാഷ്. നമുക്ക് ക്യാഷ് സെയിലാണെങ്കിൽ ക്യാഷ് ഇത് ഓപ്ഷനിലാണ്. നമുക്ക് വേണമെങ്കിൽ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അത് കണക്ക് ഐറ്റം നമുക്കിവിടെ നേരത്തെ ഉള്ള ഐറ്റംസ് നമുക്കിതിൽ ഏതൊക്കെ ഐറ്റം വേണ്ടതെന്ന് വെച്ചാൽ അത് ഐറ്റംസ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കുക, സേവ് ചെയ്ത് കൊടുക്കുക. സിമ്പിളാണ്. ഇത് കണക്ക് ഇനിയും ഐറ്റം നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ആപ്പിൾ, ഇപ്പോൾ അതിന് എത്ര കിലോ എന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക, സേവ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള നമുക്കിവിടെ റേറ്റ് ഇവിടെ കാണാം. എന്നിട്ട് നമ്മൾ ബില്ല് സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് കണക്ക് ബില്ലിങ്ങിൻ്റെ പ്രീവ്യൂ നമുക്കിവിടെ കിട്ടും. എന്നിട്ട് നമുക്ക് ബില്ല് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇതിനൊക്കെ നമ്മളെ ബാർകോഡ് ഇതിനൊക്കെ നമ്മളെ ലോഗോയും അഡ്രസ് എല്ലാം വെച്ച് നമുക്കിത് ബില്ല് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ലേബിൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് ഇത്. ഇതിനോടൊപ്പം വരുന്നതാണ്. നമുക്ക് ലേബിൾ ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് ഇത് കണക്ക് തന്നെ നമുക്ക് ബാർകോഡോ QR കോഡോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ വയ്ക്കാം. ഇതിനുള്ള ടൂൾ ഇവിടെ ഉണ്ട്. ഇത് വെച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണമെന്ന രീതിയിൽ എവിടെ പ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് പ്രിൻ്റ് എടുക്കാനായിട്ട് ഇവിടെ പ്രിൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രീവ്യൂ കാണാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളിത് പ്രസ് ചെയ്യുക. നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് ഈ പ്രിൻ്റർ ഒന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മളത് ഒന്ന് കണക്ട് ചെയ്തു. ഇതിപ്പോൾ നമുക്ക് പ്രിൻ്റ് എടുക്കാനായിട്ട് നമുക്ക് ഇതിനൊക്കെ നമ്പർ ഓഫ് കോപ്പീസ് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് പ്രിൻ്റ് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് കണക്ക് നമുക്ക് പ്രിൻ്റായിട്ട് വരും. ഇതിൽ നമുക്കൊരു വലിയ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ചെയ്യുന്ന കണക്ക് എല്ലാ ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിത് വളരെ സിമ്പിൾ, ആർക്കും ഇത് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്, ആർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ ബില്ല് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ആഡ് ന്യൂ സെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളത് പ്രസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം ക്രെഡിറ്റ് ക്യാഷ്. നമുക്ക് ക്രെഡിറ്റിലാണെങ്കിൽ ക്രെഡിറ്റിന് ഓൺ ആക്കുക, അല്ലെങ്കിൽ ക്യാഷ്. നമുക്ക് ക്യാഷ് സെയിലാണെങ്കിൽ ക്യാഷ് ഇത് ഓപ്ഷനിലാണ്. നമുക്ക് വേണമെങ്കിൽ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അത് കണക്ക് ഐറ്റം നമുക്കിവിടെ നേരത്തെ ഉള്ള ഐറ്റംസ് നമുക്കിതിൽ ഏതൊക്കെ ഐറ്റം വേണ്ടതെന്ന് വെച്ചാൽ അത് ഐറ്റംസ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കുക, സേവ് ചെയ്ത് കൊടുക്കുക. സിമ്പിളാണ്. ഇത് കണക്ക് ഇനിയും ഐറ്റം നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ആപ്പിൾ, ഇപ്പോൾ അതിന് എത്ര കിലോ എന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക, സേവ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള നമുക്കിവിടെ റേറ്റ് ഇവിടെ കാണാം. എന്നിട്ട് നമ്മൾ ബില്ല് സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് കണക്ക് ബില്ലിങ്ങിൻ്റെ പ്രീവ്യൂ നമുക്കിവിടെ കിട്ടും. എന്നിട്ട് നമുക്ക് ബില്ല് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇതിനകത്ത് നമ്മൾ ബാർകോഡുള്ള പ്രോഡക്റ്റിലൊക്കെ നമുക്ക് ബാർകോഡ് ഉണ്ടാവും. ഇതിപ്പോൾ കാണില്ല, ഇതിനകത്ത് നമുക്കിവിടെ ഇതിൽ ബാർകോഡ് ഉള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് വ്യാപാരമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ടാണെങ്കിൽ നമുക്കിവിടെ ഐറ്റത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് ഇപ്പോൾ ഐറ്റം എടുക്കുന്നത് നമുക്കിപ്പോൾ ഇവിടെ കാണാം. ഏത് ഐറ്റം വേണമല്ലോ നമുക്കിപ്പോൾ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. ഈ ബാർകോഡ് ഇപ്പോൾ ഇതാണെന്ന് വെച്ചോ, നമ്മളിപ്പോൾ ഇതിനെ നമുക്ക് ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാനാണെങ്കിൽ നമ്മളിതിനെ എഡിറ്റിലെടുത്തു. എന്നിട്ട് നമ്മളിവിടെ ഐറ്റം കോഡ് ബാർകോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് എടുക്കുക. എന്നിട്ട് നമ്മളിത് സ്കാൻ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു കോഡ് അതിലോട്ട് വരും. ഇപ്പോൾ നമുക്ക് അവിടെ കാണാൻ കോഡ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് ബില്ല് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ബില്ല് ചെയ്യാനും പറ്റും. നമ്മൾ സേവ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനൊക്കെ ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇത് തന്നെ നമുക്ക് ബില്ല് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്കിപ്പോൾ ബില്ലിംഗ് സ്ക്രീനിൽ പോകാം. എന്നിട്ട് ഇവിടെ ബാർകോഡിൻ്റെ സിമ്പിൾ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ നിന്നിട്ട് നമ്മൾ സ്കാൻ ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഐറ്റം ഇവിടെ കാണിക്കും. എന്നിട്ട് നമുക്ക് ക്വാണ്ടിറ്റി എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി കൊടുക്കുക, പ്രൊസീഡ് ചെയ്ത് കൊടുക്കുക, ഐറ്റം അവിടെ വരും. ഇനി മാനുവലായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ മാനുവലായിട്ട് നമുക്ക് ഐറ്റം ആഡ് ചെയ്യണമെങ്കിൽ മാനുവലായിട്ട് ചെയ്യാം. അതല്ല ഇനി വേറെ ബാർകോഡുള്ള ഐറ്റം ആണെങ്കിൽ നമുക്ക് അതുമൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ബാർകോഡ് ചെയ്യണം. അപ്പോൾ ബാർകോഡ് വാല്യൂ പലർക്കും സംശയമുണ്ട്, ഇതെങ്ങനെ ബാർകോഡ് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കോഡ് കൊടുക്കാം. അത് യൂണിക് കോഡ് ആവണമെന്നേ ഉള്ളൂ. ഒരു ഐറ്റത്തിന് ആ ഒരു കോഡേ വരാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു D345678 എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഒരു കോഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ ക്രിയേറ്റ് നമുക്കിവിടെ കാണാം. എൻ്റെ അടിയിൽ ആ കോഡ് വന്നിട്ടുണ്ട്. നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴും ഈ വാല്യൂ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഇത് വ്യാപാരമായിട്ട് ലിങ്ക് ചെയ്ത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിൻ്റ് എടുക്കാനായിട്ട് നമ്മൾ പ്രിൻ്റ് പ്രസ് ചെയ്യാം. നമുക്ക് ഇത് പ്രിൻ്റ് എടുക്കാം. ഇത് എടുത്ത് നമുക്ക് പ്രിൻ്റായി. ഇനിയിപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ട് നമുക്ക് ഈ ഐറ്റം ഒരു ഐറ്റത്തിൽ നമ്മളത് ഈ ബാർകോഡ് ഒട്ടിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം. ഇതിപ്പോൾ നമ്മൾ ഇതിലോട്ട് ബാർകോഡ് ചെയ്തു. ഇതിപ്പോൾ നമുക്ക് ഈ കോഡാണ്. ഇത് നമുക്ക് ഇതിൽ ലിങ്ക് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്കിപ്പോൾ ഏത് ഐറ്റത്തിൽ വേണമെങ്കിലും ലിങ്ക് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ ഇതിലുള്ള ഐറ്റത്തിൽ തന്നെ ഒരെണ്ണം നമ്മൾ ആഡ് ചെയ്യുന്നത് ഇപ്പോൾ ആപ്പിൾ എന്ന് പറഞ്ഞ ഒരു ഐറ്റത്തിൽ ഇത് നമുക്ക് എങ്ങനെയാണ് ഈ ഇതുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഇത് എഡിറ്റ് പ്രസ് ചെയ്തു. നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഈ സ്കാനർ വെച്ചിട്ട് തന്നെ പിന്നെ സ്കാൻ ചെയ്താൽ നമുക്ക് അവിടെ കാണാം ഈ കോഡ്
നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ നോക്കാം, നമുക്ക് ആ നേരത്തെ കൊടുത്ത കോഡ് അവിടുത്തെ വന്നിട്ടുണ്ട് D345678 എന്നുള്ള. ഇത് തന്നെ സെയിം നമുക്ക് ഇവിടെയും കാണാം. ഇപ്പോൾ എന്നിട്ട് സേവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബില്ല് ചെയ്യാനാണെങ്കിൽ നമുക്കിപ്പോൾ ബാർകോഡ് ബില്ലിങ്ങിന് വന്നിട്ട് നമുക്കിവിടെ സെയിലിൻ്റെ ഓപ്ഷൻ ഉണ്ട്. സെയിൽ എടുക്കുക. നമുക്ക് ഇത് ക്യാഷ് സെയിലാണ്. നമുക്ക് വേണമെങ്കിൽ കസ്റ്റമർ നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. ഇപ്പോൾ വേണമെങ്കിൽ കസ്റ്റമർ ആഡ് ചെയ്ത് കൊടുക്കാം ബാർകോഡ് ബില്ല് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ആൾറെഡി ആഡ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഇത് സ്കാൻ ചെയ്താൽ ഇവിടെ ഓട്ടോമാറ്റിക് ഇവിടെ വരും. 2 പ്രാവശ്യം സ്കാൻ ആക്കി 3 വരും. നമുക്കിവിടെ കാണാൻ ഐറ്റം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ ഇതിലുള്ള ഒരു ഐറ്റം നേരത്തെ നമ്മൾ സ്കാൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് സ്കാൻ ചെയ്താൽ നമുക്കവിടെ കാണാം ആ ഐറ്റം അവിടെ വന്ന്. ഇപ്പോൾ 2 പ്രാവശ്യം സ്കാൻ 2 ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഐറ്റം എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബില്ലിൻ്റെ പ്രീവ്യൂ കാണാൻ പറ്റും. എന്നിട്ട് നമുക്കിത് ബില്ല് പ്രിൻറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് നോക്കാം, നല്ല ക്ലിയർ ആയിട്ട് വരും. അതൊക്കെ ഓട്ടോമാറ്റിക് ക്യാഷ് ഓവറാണ്. ഇത് കണക്ക് നമുക്ക് ലോഗോയും എല്ലാം വെച്ചിട്ട് നമുക്ക് വളരെ പ്രൊഫഷണലായിട്ട് ബില്ല് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാം. അത്